വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൻ്റെ അല്പഭാഗങ്ങൾ ഇന്നലെ നമ്മൾ പഠനത്തിന് വിധേയമാക്കി. ഇന്ന് അതിൻ്റെ ബാലൻസ് പോയിൻറ്റുകൾ ചിന്തിക്കാനായിട്ട് പോകുന്നു. അതായത് 5-ാമത്തെ പോയിൻറ്റ്, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ടോട്ടൽ 6 കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ 4 പോയിൻറ്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 5-ാമത്തെ പോയിൻറ്റ്, കുഞ്ഞാടിന് 7 കൊമ്പുണ്ട്. കൊമ്പ് ശക്തിയെയും ബഹുമാനത്തെയും കാണിക്കുന്നു. 7 കൊമ്പ് പൂർണ്ണ ബലത്തെ കാണിക്കുന്നു. 7 പൂർണ്ണതയുടെ സംഖ്യയാണെന്ന് വെളിപ്പാടിലെ 7 എന്ന് ആരംഭത്തിൽ നമ്മൾ ചിന്തിച്ചപ്പോൾ പഠിച്ചു. ആവർത്തനം 33-ൻ്റെ 16-17 വാക്യങ്ങൾ, യോസഫിൻ്റെ കൊമ്പുകൾ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെയാണ്. സെക്കറിയാവ് 1-18, ഞാൻ തല പൊക്കി നോക്കിയപ്പോൾ 4 കൊമ്പ് കണ്ടു. 1 രാജാക്കന്മാർ 22-11, വിജയത്തിൻ്റെ അടയാളമായി സിദക്കിയ പ്രവാചകൻ ഇരുമ്പ് കൊണ്ട് കൊമ്പുകളുണ്ടാക്കി. സങ്കീർത്തനം 89-17, നീ അവരുടെ ബലത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞ ഒടുവിൽ ഞങ്ങളുടെ കൊമ്പ് ഉയർന്നിരിക്കും എന്ന് വായിക്കുന്നു. സങ്കീർത്തനം 112-9, അവൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. സങ്കീർത്തനം 148-14, തന്നോട് അടുത്തിരിക്കുന്നവർക്ക് എന്നെല്ലാം പറഞ്ഞ് ഒടുവിലേക്ക് വരുമ്പോൾ സ്വജനത്തിനായി ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു. സങ്കീർത്തനം 75-4, ഡംഭം കാട്ടിരുന്ന ഡംബികളോടും കൊമ്പ് ഉയർത്തിരുന്ന ദുഷ്ടന്മാരോടും ഞാൻ പറയുന്നു. ഇങ്ങനെ കൊമ്പിനെക്കുറിച്ച് അല്ലെങ്കിൽ കൊമ്പുകളെക്കുറിച്ച് വിവിധങ്ങളായ വിവരണങ്ങൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 6-ാമതായി വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ 6-ാമതായി നമ്മൾ കാണുന്നത് സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കൾ ആയ 7 കണ്ണുകൾ ഉണ്ട്. 7 പൂർണ്ണതയുടെ സംഖ്യയാണ്. 7 കണ്ണ് പൂർണ്ണ കാഴ്ചയെയും അഗാധമായ ജ്ഞാനത്തെയും കാണിക്കുന്നു. അല്ലെങ്കിൽ ദൈവാത്മാവിൻ്റെ സമ്പൂർണ്ണമായ ജ്ഞാനത്തെയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. സെക്കറിയാവ് 4-10, സർവ്വഭൂമിയിലും ഊടാടി സഞ്ചരിക്കുന്ന യഹോവയുടെ 7 കണ്ണിനെപ്പറ്റി വിവരിച്ചിരിക്കുന്നു. യഹോവയുടെ കണ്ണ് സകലതും കാണുന്നതാണ്. 2 ദിനവൃത്താന്തങ്ങൾ 16-9, ദൈവം മുമ്പാകെ സകലതും നഗ്നവും മലർന്നുമായി കിടക്കുന്നു. സകലതും കാണുന്ന കണ്ണുള്ള ഒരുവൻ മാത്രമേ ഉലകത്തിലുള്ളൂ, അത് കർത്താവായ ക്രിസ്തു. ഈ വാക്യത്തിൻ്റെ ഒടുവിൽ നമ്മൾ വായിക്കുന്നത് ആത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുക. ആത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കാൻ സഭയുമായി ആത്മാവ് സ്വർഗത്തിലേക്ക് വന്നില്ല എന്ന് വാദിക്കുന്നവർ ഉണ്ട്. അത് ശരിയല്ല. കാരണം ദൈവം സ്വർഗത്തിൽ വസിക്കുന്നു എങ്കിലും ഭൂമി അവിടുത്തെ പാദപീഠമാണ്. യിരെമ്യാവ് 23-24, ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിച്ചിരിപ്പാൻ കഴിയുമോ? ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലോ. അതുപോലെ പരിശുദ്ധാത്മാവിന് സ്വർഗത്തിലും ഭൂമിയിലും ഒരേ സമയം വസിപ്പാൻ കഴിയും. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വന്നുപോയി പ്രവർത്തിച്ചു. അതുപോലെ മഹോദര കാലഘട്ടത്തിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാളെ നമുക്ക് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 7-8 വാക്യങ്ങൾ പഠനത്തിന് വിധേയമാക്കാം. താങ്ക് യു സോ മച്ച്.